ഇസ്രായേൽ ആക്രമണത്തിൽ ഗസയിൽ കൊല്ലപ്പെട്ട സാധാരണക്കാരുടെ എണ്ണം പുറത്തുവന്ന കണക്കുകളേക്കാൾ 3 ഇരട്ടിയാണെന്ന് ഗസയിൽ സന്നദ്ധ പ്രവർത്തനം നടത്തിയ അമേരിക്കൻ ഡോക്ടർമാർ. കൂട്ടക്കുരുതിയിൽ നിശബ്ദത വെടിയണമെന്നും വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് 45ഓളം അമേരിക്കൻ ഡോക്ടർമാരും നഴ്സുമാരും അടങ്ങുന്ന സംഘം US പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും അയച്ച കത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. കരളലിയിപ്പിക്കുന്ന കാഴ്ചകളാണ് ഗസയിലേതെന്നും ഉടൻ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് US പ്രസിഡന്റ് ജോ ബൈഡനും വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനും എഴുതിയ കത്തിന്റെ വിശദാംശങ്ങൾ വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് പുറത്തുവിട്ടത്. കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ എണ്ണം ഗസയിലെ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തതിനേക്കാൾ ഇരട്ടിയാണ്. 92,000-ലധികം പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടാകുമെന്നും കത്തിൽ പറയുന്നുണ്ട്. ഇസ്രായേൽ ആക്രമണത്തിൽ ക്രൂരമായി മുറിവേറ്റ കുട്ടികളെ ചികിത്സിക്കുന്നതിനെ പറ്റി വേദനയോടെയാണ് ആരോഗ്യ പ്രവർത്തകർ വിവരിക്കുന്നത്. തലയിലും നെഞ്ചിലും വെടിയേറ്റ് പിടയുന്ന പിഞ്ചു കുട്ടികളാണ് ഓരോ ദിവസവും ഞങ്ങളുടെ മുന്നിലെത്തിയത്. ഗസയിൽ നിന്ന് മടങ്ങിയെത്തി ആഴ്ചകൾ പിന്നിട്ടിട്ടും ഞങ്ങളിൽ പലരെയും അവിടുത്തെ കാഴ്ചകൾ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഉറക്കം കെടുത്തുകയാണ് ആ കാഴ്ചകളും കണ്ണീരുകളും. അത് നിങ്ങൾ കൂടി കാണണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമ്മുടെ ആയുധങ്ങളാൽ മുറിവേറ്റ് വികൃതമാക്കപ്പെട്ട കുട്ടികൾ, അവരെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് മുന്നിൽ അലമുറയിട്ട് കരയുന്ന അമ്മമാർ, അവരെ ആശ്വസിപ്പിക്കാൻ പോലും നിസ്സഹായരായി പോയ നിമിഷങ്ങളായിരുന്നു അത്. മേഖലയിൽ വെടിനിർത്തൽ നടപ്പിലാക്കുന്നത് ലക്ഷ്യം കാണണമെങ്കിൽ ഇസ്രായേലിന് നൽകി വരുന്ന സൈനിക, സാമ്പത്തിക, നയതന്ത്ര പിന്തുണ US പിൻവലിക്കണമെന്നും കത്തിൽ പറയുന്നുണ്ട്. അമേരിക്കൻ നിയമവും അന്താരാഷ്ട്ര മാനുഷിക നിയമവും അനുസരിച്ച് അത് ചെയ്യാൻ അമേരിക്കൻ സർക്കാർ ബാധ്യസ്ഥരാണെന്ന് തങ്ങൾ വിശ്വസിക്കുന്നുവെന്നും ഇവർ പറയുന്നു. കത്തിൽ ഒപ്പിട്ടവരിൽ ഒരാൾ US-ലെ പ്ലാസ്റ്റിക് സർജനും US ആർമിയിലെ മുൻ സർജനുമായ ഡോക്ടർ ആദം ഹമാവിയാണ്. നിങ്ങൾ ഫലസ്തീനികളെ വിശ്വസിക്കേണ്ട, പക്ഷേ വിവിധ കാലങ്ങളിലായി അവിടെ സേവനമനുഷ്ഠിക്കാൻ അമേരിക്കയിൽ നിന്ന് പോയ 50 ഡോക്ടർമാരെ നിങ്ങൾ വിശ്വസിക്കണമെന്നും അവരുടെ വാക്കുകൾ കേൾക്കണമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. കത്തിൽ ഒപ്പിട്ട മറ്റൊരു ഡോക്ടറാണ് ഡോക്ടർ മാർക്ക് പെറൽമുട്ടർ. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: അതായത് കുട്ടികളെ തിരഞ്ഞുപിടിച്ച് ക്രൂരമായി മുറിവേൽപ്പിക്കുകയും ആക്രമിക്കുകയും അവരുടെ ശരീരങ്ങൾ വികൃതമാക്കുകയും ചെയ്തത് ഗസ മുനമ്പിലല്ലാതെ മറ്റെങ്ങും കണ്ടിട്ടില്ല. കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ 40ഓളം ദുരന്ത ഭൂമികളിൽ ഞാൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. യുദ്ധത്തിനും ഭൂകമ്പത്തിനും ഇരയായ മേഖലകളിലെല്ലാം സേവനമനുഷ്ഠിച്ചു. അവിടെയെങ്ങും കണ്ടിട്ടില്ലാത്ത ക്രൂരതയാണ് ഫലസ്തീനിൽ ഇസ്രായേൽ നടപ്പാക്കുന്നത്. കുട്ടികളെ ആസൂത്രിതമായി ലക്ഷ്യമിട്ട് വേട്ടയാടിയതിന്റെ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട്. ഇസ്രായേൽ സൈന്യം ബോധപൂർവം കുട്ടികളെ വെടിവെച്ച് കൊല്ലുകയാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഗസയിലെ എല്ലാവരും രോഗികളാണ്, അല്ലെങ്കിൽ ഗുരുതരമായി പരിക്കേറ്റവരാണ്. ചിലർ 2 തരത്തിലും മുറിവേറ്റവരാണ്. അപൂർവം ചിലർ മാത്രമാണ് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഞങ്ങൾ രാഷ്ട്രീയക്കാരല്ല, എല്ലാത്തിനും ഉത്തരങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് അവകാശപ്പെടുന്നുമില്ല. പക്ഷേ ഗസയിൽ കണ്ടതിനെ കുറിച്ച് മിണ്ടാതിരിക്കാൻ കഴിയാത്ത ഡോക്ടർമാരും നഴ്സുമാരുമാണ് തങ്ങളെന്ന് പറഞ്ഞാണ് കത്ത് അവസാനിപ്പിക്കുന്നത്.